കഴിവില്ലാത്ത ഭർത്താവാണ് എനിക്ക് എന്ന് പറഞ്ഞ ഇന്ദുജയ്ക്ക് എന്താണ് പിന്നീട് സംഭവിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മാഡം, എൻ്റെ പേര് ഇന്ദുജ, യഥാർത്ഥ പേരല്ല. എനിക്ക് 29 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4.5 വർഷമായി. ഹസ്ബൻഡ് ഒരു ദേശസാൽകൃത ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. എൻ്റെ വിവാഹം കംപ്ലീറ്റ്ലി വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ചതാണ്. സത്യം പറഞ്ഞാൽ PGക്ക് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന ഒരാളുമായിട്ട് എനിക്ക് അഗാധമായ പ്രണയമുണ്ടായിരുന്നു. അങ്ങേരെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ബോഡി സ്ട്രക്ചറും പൗരുഷവും ഒക്കെ അങ്ങേർക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ മറ്റ് പല കാര്യങ്ങളിലേക്കും കടന്നിരുന്നു. കാര്യം വീട്ടുകാരറിയാതെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോകണമെന്ന് പറഞ്ഞ് 1-2 ദിവസം ഞങ്ങൾ പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോകുമായിരുന്നു. പിന്നെ അങ്ങ് മലബാർ ഭാഗത്ത് ഒരു ജില്ലയിലുള്ള ഒരു പാർക്കുണ്ട്. അവിടെ പകൽ സമയത്ത് വേണമെങ്കിലും മറ്റ് പല കാര്യങ്ങളും നടക്കും. അവിടെ വെച്ചാണ് ആദ്യമായി ഞങ്ങൾ തമ്മിൽ കുറച്ച് അടുത്തറിഞ്ഞത്. അത് കഴിഞ്ഞ് അവിടെയുള്ളൊരു ഫ്രണ്ടിൻ്റെ വീട്, അവൻ തനിയാണ് താമസിക്കുന്നത്, ആ വീട്ടിലേക്ക് സ്ഥിരം പോകുമായിരുന്നു. അപ്പോൾ എല്ലാം എനിക്കറിയാം. അവനെ തന്നെ കല്യാണം കഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എൻ്റെ വീട്ടുകാർ 8ക്കും 7ക്കും അടുക്കില്ല. ജാതകം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അത് ശരിയാകില്ല. അങ്ങനെ അവൻ പിന്മാറുകയായിരുന്നു. ഞാനാണെങ്കിൽ ഒളിച്ചോടി പോകാനൊക്കെ തയ്യാറായിരുന്നു. പക്ഷേ അവൻ എന്നെ ഓൾമോസ്റ്റ് അവസാനം തേച്ചു എന്ന് പറയാം. അങ്ങനൊരവസ്ഥയിലാണ് ജാതകമൊക്കെ നോക്കിയിട്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷേ എൻ്റെ സങ്കല്പത്തിൽപ്പെട്ട ഒരാളെ ആയിരുന്നില്ല എൻ്റെ ഭർത്താവ്. പക്ഷേ വീട്ടുകാരുടെ നിർബന്ധം മൂലം എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. പക്ഷേ ഞാനതിൻ്റെ അനിഷ്ടമൊന്നും ഒരിക്കലും ഭർത്താവിനോട് കാണിച്ചില്ല. അങ്ങേരുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ ഒത്തിരി പ്രയാസമാണെന്ന് എനിക്ക് തോന്നി. ഭാഗ്യത്തിന് ആദ്യത്തെ 2-3 മാസം അയാൾ എന്നോട് അടുത്ത് പെരുമാറിയതേയില്ല. കിടക്കുക, ഉറങ്ങുക, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരിക്കൽ പോലും നിങ്ങളെന്താണ് വന്ന് കിടക്കുന്നത്, എന്നോട് സ്നേഹമായി എന്താ പെരുമാറാത്തത് എന്ന് ചോദിച്ചതേയില്ല. എനിക്ക് ഒരു അനുഗ്രഹമായിരുന്നു. ഇനി ഇവിടെ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നടന്നെന്ന് പറഞ്ഞാലും അതിൽ കാര്യമായൊരു എഫക്റ്റ് എനിക്കുണ്ടാകുമെന്നും തോന്നിയില്ല. ഒരു കണക്കിന് ഉർവശി ശാപ ഉപകാരം എന്ന് ഞാൻ വിചാരിച്ചു. ഭർത്താവ് എന്നോട് എന്തെങ്കിലും തുറന്നു ചോദിക്കുകയോ എന്തെങ്കിലും സ്നേഹപ്രകടനങ്ങൾ കാഴ്ചവെക്കുകയോ ഒന്നും ചെയ്തില്ല. അസാധാരണമായ അങ്ങയുടെ സ്വഭാവത്തിന് പിന്നിൽ വേറെന്തെങ്കിലും നിഗൂഢ രഹസ്യങ്ങളുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. ചില ആണുങ്ങളുണ്ടല്ലോ, സ്ത്രീകളെ ഇഷ്ടം കാണില്ല, മറ്റു പല ഇഷ്ടങ്ങളുമായിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ഒരു ഫാഷൻ പോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലെനിക്ക് വിരോധമൊന്നുമില്ല. ഇങ്ങേർ അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ലത് എന്ന് മാത്രം ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. സ്ത്രീകളോടൊക്കെ താല്പര്യമുണ്ട്. എന്തോ പേടിയോ പ്രശ്നങ്ങളോ ഒക്കെയുണ്ട്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അങ്ങേരായിട്ട് ഒന്നും തുടങ്ങി വെക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം അങ്ങ് ചോദിച്ചു, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാനങ്ങ് ചോദിക്കാൻ തുടങ്ങി. അത് കേട്ടപ്പോഴേക്കും അദ്ദേഹം വിയർത്തു. കാര്യം പൊതുവെ ശാന്ത സ്വഭാവമാണ്. പിന്നെ ബൈക്ക് ഓടിക്കാൻ പേടിയാണ്. കാറാണെങ്കിൽ ഓടിക്കും. ചില സമയത്ത് കാറ് കേടാകുകയാണെങ്കിൽ ഞാനാണ് ബൈക്കിൽ ബാങ്കിൽ കൊണ്ടുവിടുന്നത്. അങ്ങനെ ഒരു ടൈപ്പാണ്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ആകെ തളർന്നിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് വ്യക്തമായ ഉത്തരം കിട്ടണം. ഇനിയിപ്പോൾ കുറേ ഇങ്ങനെ പോയി കഴിയുമ്പോഴേക്കും കുട്ടികളൊന്നും ഉണ്ടായില്ലെങ്കിൽ എന്നോട് ആളുകൾ ചോദിക്കും എന്താ പ്രശ്നമെന്ന്. ആ സമയത്ത് ഭർത്താവിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ എനിക്ക് വീട്ടുകാരോടെല്ലാം തുറന്നു പറയേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നാണം കിടും. എനിക്കാണെങ്കിൽ ഒന്നിലും പേടിയും പ്രശ്നങ്ങളും ഉള്ളൊരു വ്യക്തിയല്ല. എല്ലാം ഓപ്പണപ്പായി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ അവസാനം ഞാൻ ഇതൊക്കെ ലോകത്തോട് വിളിച്ചു പറയും. അത്തരം കൃത്യങ്ങൾ നടക്കാതിരിക്കാൻ ഒന്നുകിൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് എൻ്റെ കൂടെ വരിക, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ളത് എന്താണെന്ന് തുറന്നു പറഞ്ഞാലും മതി. ഞാൻ അത് കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ പറഞ്ഞില്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും കുളമാകും. ഒന്നുകിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ പോകട്ടെ, ഒരു ദിവസം പൊട്ടിത്തെറിച്ച് എല്ലാം പ്രശ്നമായി തീരട്ടെ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം. എനിക്കാണെങ്കിൽ ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. നേരത്തെ എനിക്കൊരു പ്രേമമുണ്ടായിരുന്നു, അവൻ എന്നെ തേച്ചു എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് ചോദിക്കാതെ ഞാൻ ഉള്ള കഥകളൊക്കെ അങ്ങ് പറഞ്ഞു. എന്തെങ്കിലും ഇങ്ങനെ പറയുന്നെങ്കിൽ പറയട്ടെ എന്ന് വിചാരിച്ചാണ് എൻ്റെ രഹസ്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ഞെട്ടിപ്പിക്കുന്ന ആ കാര്യം പറഞ്ഞു. ഭർത്താവിന് ഈ കാര്യത്തോടൊക്കെ ഉള്ളുകൊണ്ട് നല്ല താല്പര്യമുണ്ട്. പക്ഷേ
പണ്ട് മെൻസ് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആണുങ്ങളെല്ലാം കൂടി ഭയങ്കരമായി കളിയാക്കുമായിരുന്നു. കാര്യം ഇങ്ങേറെ അവിടെ അവർ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ കുന്നിക്കുരു പോലെയാണ് അവർക്ക് തോന്നിയത്. കുന്നിക്കുരു എന്ന് പറഞ്ഞിട്ട് അവർ കളിയാക്കിയത്രേ. പിന്നെ അതുമാത്രമല്ല, കൂട്ടുകാരുടെ ഇടയിൽ ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമായി. അവർ പറഞ്ഞു, ഇതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരിക്കലും നിന്റെ കൂടെ നിൽക്കില്ല. അവർ രണ്ടാം പക്കം നിന്നെ ഇട്ടിട്ട് പോകും. നിന്റെ വിവാഹ ജീവിതം ഒരു വമ്പൻ പരാജയമായിരിക്കും. ആവശ്യത്തിന് പോയിട്ട് അത്യാവശ്യത്തിന് പോലും ഒന്നുമില്ലാത്ത നീ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. വെറുതെ സ്വപ്നം കാണുക. പിന്നെ നിന്റെ കൈകൾ അതല്ലാതെ നീ വേറൊരു മാർഗത്തിലേക്കും തിരിയരുത്. തിരിഞ്ഞാൽ നിനക്ക് പ്രശ്നങ്ങളായിരിക്കും ഫലം. വിവാഹം എന്നത് നീ സ്വപ്നം പോലും കാണണ്ട എന്ന് പറഞ്ഞിട്ട് വലിയ കളിയാക്കലുകൾ പുള്ളി നേരിട്ടു. സത്യം പറഞ്ഞാൽ പുള്ളിക്ക് വിഷാദം വരികയും മറ്റ് ചില മാനസികമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുകയും ചെയ്തു. അവസാനം എങ്ങനെയൊക്കെ കോഴ്സ് കഴിഞ്ഞ് വീട്ടിൽ വന്നു. വിവാഹം കഴിക്കാൻ അന്ന് തൊട്ട് വലിയ പേടിയാണ്. സ്ത്രീ എന്ത് വിചാരിക്കും, സ്ത്രീകളുടെ മുന്നിൽ അദ്ദേഹം പരാജിതനായി പോകും എന്നൊക്കെ പറഞ്ഞ് പുള്ളി തനിയെ ജീവിതം ഒതുക്കി അങ്ങ് പോവുകയായിരുന്നു. അതിനിടയ്ക്കാണ് വീട്ടുകാർ നിർബന്ധിച്ച് ഈ വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിനും വിവാഹത്തോട് യാതൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, സ്ത്രീയും പുരുഷനും പലപ്പോഴും നിർബന്ധിതരാകുകയാണ് സമൂഹം പറഞ്ഞ പോലെ ജീവിക്കാൻ. അവരുടെ ഇഷ്ടങ്ങളിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇവിടെ പക്ഷേ ഭർത്താവിന് ഭയമാണ്. അദ്ദേഹത്തിന് ആരോടും പ്രേമവുമില്ല, സ്നേഹവുമില്ല, പേടി മാത്രമാണ് ഉള്ളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാൻ എൻ്റെ രഹസ്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് അനുഭവങ്ങളുമുണ്ട്. എന്നെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് പുള്ളിക്കാരനോട് പറഞ്ഞു. അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എൻ്റെ ഭയമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറഞ്ഞു, എങ്കിൽ നമുക്ക് തുല്യ ദുഃഖിതർ എന്ന നിലയ്ക്ക് നല്ല ഫ്രണ്ട്സായിട്ട് പോകാം. ഞാൻ ആദ്യം കുന്നിക്കുരു ഒന്ന് പെറുക്കി നോക്കട്ടെ. കുന്നിക്കുരു പെറുക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് കുന്നിക്കുരു പറക്കാൻ വേണ്ടി ഞാൻ കുന്നിൻ മരത്തണലിലേക്ക് ചെന്നു. പക്ഷേ അവിടെ അതിന് തയ്യാറായി നിൽക്കുന്ന ഒരു മരമായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് വല്ലാതെ ദേഷ്യപ്പെട്ടു. നിങ്ങൾ ഇങ്ങനെയായി കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. സഹകരണ മനോഭാവം രണ്ടുപേർക്കും വേണം. പേടി അവിടെ നിൽക്കട്ടെ. എന്നാലും നിങ്ങൾക്ക് കുന്നിക്കുരുവിൽ എന്താ പ്രശ്നമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഭർത്താവ് പക്ഷെ സമ്മതിക്കില്ല. ഞാൻ ഷൗട്ട് ചെയ്തു. എന്നിട്ടും ഇത്തിരി പ്രശ്നം. അവസാനം ഞാൻ എന്ത് ചെയ്തു, പണ്ടത്തെ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളിലെ വില്ലന്മാരെ അങ്ങ് സ്മരിച്ചു. എന്നിട്ട് ഞാൻ തന്നെ മുൻകൈയെടുത്തിറങ്ങി. പിന്നെ കുന്നിൻ മരത്തണൽ ഞാൻ കണ്ടെത്തി. പക്ഷെ ഭർത്താവ് കുറച്ച് മൽപ്പിടുത്തമൊക്കെ നടത്തി. പക്ഷേ എന്നെപ്പോലൊരു മിടുക്കിടെ മുന്നിൽ അങ്ങേര് വിജയിക്കുമോ? ഒരിക്കലുമില്ല. അങ്ങനെ ഞാൻ കുന്നിൻ മുകളിലെ കുന്നിൻ മരത്തണലിലെ കുന്നിക്കുരു കണ്ടുപിടിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടെത്തിയില്ല. ഞാൻ പറഞ്ഞു, ഇത് കുന്നിക്കുരുവോ മഞ്ചാടിക്കുരുവോ അല്ല. ആകാംക്ഷയോടെ ഭർത്താവ് എന്നോട് ചോദിച്ചു, പിന്നെ അതിലും താഴെ കടുകുമണിയാണോ മോളെ? ഞാൻ പറഞ്ഞു, കടുകുമണിയല്ല, ഇത് ഗോലി സോഡ. പ്രശ്നമില്ല മനുഷ്യ, നമുക്കിത് മാനേജ് ചെയ്യാം. ഞാൻ ഒരു നടനമാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരില്ല. കലമാൻ്റെ കൊമ്പ് പ്രതീക്ഷിച്ചെടുത്ത് നമുക്ക് മുയലിൻ്റെ ചെവിയാണെങ്കിലും മതി. എന്തായാലും തലോടലിൽ പൂക്കാത്ത സ്നേഹം എവിടെയാ ചേട്ടാ എന്ന് ഞാൻ ചോദിച്ചു. എന്തോ എനിക്ക് വർഷങ്ങളായുള്ള എന്തൊക്കെയോ നഷ്ടങ്ങൾ നികത്തിയെടുക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടും പറ്റുമോ എന്നെനിക്ക് തോന്നി. കാര്യം ഭർത്താവിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ എനിക്ക് ഗുണകരമായേക്കാം. അതുമാത്രമല്ല, ഞാൻ പറയുന്ന ചൊൽപ്പടിക്ക് അദ്ദേഹം നിൽക്കണം. എൻ്റെ ആവശ്യങ്ങളിൽ എപ്പോഴും പങ്കാളിയാകണം. അപ്പോൾ ചിലപ്പോഴൊക്കെ കുറവുകളുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹത്തെ മോൾഡ് ചെയ്ത് എടുക്കാനാകുമെന്ന് ഒരു തിരിച്ചറിവ് തോന്നി. അപ്പോൾ പിന്നെ രംഗത്ത് ഇറങ്ങിയല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞു, സാരമില്ല, എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ, ഇതൊക്കെ വെച്ച് തന്നെ നമുക്ക് പൂക്കളം തീർക്കാം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ സാന്ത്വനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭീതി ഇല്ലാതാക്കണമല്ലോ. ഒരു ഡോക്ടറിൻ്റെ ഗുണം ഭാര്യ ചെയ്യണം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോരല്ലോ, വിവരവും വേണം, അത് പ്രയോഗിക്കാനുള്ള ഒരു മനസ്സും വേണം. അതെനിക്ക് ധാരാളമായി ഉണ്ടായിരുന്നു. പിന്നീട് ബാങ്കിൽ നിന്ന് വന്നു കഴിയുമ്പോഴേക്കും ഞാൻ വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ കുറച്ച് സമയം ചിലവഴിക്കും. എന്നിട്ട് പിന്നീട് ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ഞാൻ പറഞ്ഞു തരാം, ഇതൊക്കെയാണ് എനിക്കിഷ്ടമുള്ളവ എന്ന് പറഞ്ഞ് ഞാൻ നിരത്തി കഴിഞ്ഞപ്പോൾ ഭർത്താവിന് അതിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല.
ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ എൻ്റെ വശത്തേക്കായി. ഞാൻ പറയുന്നത് പോലെ നൃത്തം വയ്ക്കുന്ന ഒരു പാവയായി അയാൾ മാറാൻ ഒട്ടും താമസമുണ്ടായിരുന്നില്ല. അതെനിക്ക് ഒരു വിജയമായിരുന്നു. എന്നെ തെറ്റിട്ട് പോയ കാമുകൻ അങ്ങനെ ഞാൻ മറന്നു. എനിക്ക് നൃത്തം ചെയ്യാൻ ഇവിടെ ഇതാ ഒരു വേദി കിട്ടി. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ വിവാഹ ജീവിതം സക്സസ്ഫുൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രശ്നമില്ലാതെയാണ് പോയത്. എങ്കിലും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ഭർത്താവിന് വേറെ നല്ല കുഴപ്പങ്ങളുണ്ട്. പുറമേയും കുഴപ്പങ്ങളില്ല എന്ന് ഞാനങ്ങ് സ്ഥാപിച്ചെടുത്തെങ്കിലും അകമേയുള്ള കുഴപ്പങ്ങൾ ഒരിക്കലും മാറില്ലല്ലോ മാഡം. അപ്പോൾ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കഴിഞ്ഞപ്പോഴേക്കും അങ്ങേർക്ക് ഈ അടുത്ത കാലത്തെങ്ങും ശുഭവാർത്ത ഉണ്ടാക്കാനുള്ള യോഗം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അമ്മായിമ്മയോടും അമ്മായിച്ചനോടും കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു. എൻ്റെ കുറ്റമല്ല. അവസാനം എന്നെ കുറ്റം പറയരുത്. വീട്ടുകാരോ ബന്ധുക്കളോ ആരെങ്കിലും വന്ന് എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എതിർത്തോണം. കാര്യം ഇത് നിങ്ങളുടെ മകൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അമ്മായിമ്മയും അമ്മായിച്ചനും മുഖത്തോട് മുഖം നോക്കി. അവർക്ക് ഒരു ഉത്തരവും പറയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്നെ ഏതെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അമ്മായിമ്മയും അമ്മായിപ്പനും എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അത് ഒരു ഗുണമായി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിൽ കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അങ്ങനെയായിരുന്നു ഇത്രയും കാലം. 8 മാസത്തിന് മുമ്പ് ഹസ്ബൻഡിന് ഒരു സ്ഥാനക്കയറ്റം കിട്ടി. അപ്പം വേറൊരു ബ്രാഞ്ചിലേക്ക് മാറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഫാമിലി കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിന് ഒരു കുറ്റബോധം. എന്നോട് വന്ന് പറഞ്ഞു, നമുക്കെന്താണ് നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കാത്തത്. ഞാൻ പറഞ്ഞു, ഞാനെന്ത് ചെയ്യാനാണ്? എനിക്ക് പ്രത്യേകിച്ച് ദിവ്യമായ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു കഴിവൊന്നുമില്ല. അല്ലെങ്കിൽ പുറമേ നിന്നുള്ള സഹായം ഞാൻ തേടേണ്ടി വരും. എന്തായാലും എനിക്കങ്ങനെ പരിചയമുള്ളത് എൻ്റെ പഴയ കാമുകൻ മാത്രമാണ്. അവനെ ഞാൻ വിളിച്ചു വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അവൻ ഒരു തേപ്പ് പാർട്ടിയാണ്. അതല്ല ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് പണം പോയാലും വേണ്ടില്ല, ടെസ്റ്റ് ട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നാലോ എന്ന് ചോദിച്ചു. ഇതിനിടയ്ക്ക് ഹസ്ബൻഡ് അത് പറഞ്ഞതാണ്. വലിയ പണച്ചെലവാകുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, വെയിറ്റ് ചെയ്യാമെന്ന്. കാര്യം ഉള്ള പണമെല്ലാം അതിൻ്റെ പുറകെ പോയി. പാപ്പരായ പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, കഥകളും വായിച്ചിട്ടുണ്ട്. പിന്നെ ഞാനെന്തിനാണ് അതിൻ്റെ പുറകെ പോകുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഉടനെ ഇതൊന്നും നടന്നിട്ട് വലിയ കാര്യങ്ങളുണ്ടെന്ന് തോന്നിയിട്ടില്ല. സ്ത്രീയല്ലേ, മാതൃത്വമില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിന് പാകമായിട്ടില്ല എൻ്റെ മനസ്സ്. ഭർത്താവ് പിന്നെയും ചിന്താമഗ്നനായി അവിടെ ഇരുന്നു. ഒരു ദിവസം ഹസ്ബൻഡ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, എടി ഞാൻ കുറേ നാളായിട്ട് സെർച്ച് ചെയ്യുകയായിരുന്നു. എന്താ നിങ്ങൾ സെർച്ച് ചെയ്തത്? എന്തായാലും നീ പറഞ്ഞത് പുറത്തു നിന്നുള്ള സഹായം ആവശ്യമായി വരുമെന്നാണ്. എനിക്കും അങ്ങനെ തോന്നുന്നു. ലക്ഷ്യങ്ങൾ ചിലവഴിക്കുന്നതിന് പകരം പുറത്തുനിന്നുള്ള ചില സഹായങ്ങൾ നമുക്ക് സ്വീകരിച്ചുകൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അത്രയും വിശാല മനസ്സുണ്ടോ? അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്ന് കതിരാടാമായിരുന്നല്ലോ. നിങ്ങളുടെ കൂടെ കുന്നിക്കുരു പെറുക്കിയെടുക്കുന്ന സമയത്ത് എനിക്ക് പോയി തേങ്ങ പെറുക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, അല്ലെങ്കിലും നിനക്ക് തേങ്ങായ നോട്ടമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ ചിലപ്പോൾ എൻ്റെ വലയം ഭേദിച്ച് അങ്ങനെ പോകുമെന്നും ഞാൻ മനസ്സിൽ പേടിച്ചിരുന്നു. പക്ഷേ നീ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ടൈപ്പാണെന്ന് മനസ്സിലായി. അതിൻ്റെ റെസ്പെക്റ്റ് എനിക്കെപ്പോഴും മനസ്സിലുണ്ട്. ഈ സമയത്തെങ്കിലും ഞാൻ നിന്നെ തെങ്ങിൻ തോപ്പിലേക്ക് ഇറക്കി വിടണം. നീ പണ്ടേ കുറേ തെങ്ങിൻ തോപ്പുകളിൽ നടന്ന് തേങ്ങ പൊതിച്ചിട്ടുള്ളതാണല്ലോ എന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഞാൻ ദേഷ്യപ്പെട്ടു. തോന്നിയാസം പറയരുത്, ആകെ ഞാൻ ഒരു തെങ്ങിൻ തോപ്പിലേ പോയിട്ടുള്ളൂ. അതന്നെ ഞാൻ പറഞ്ഞത്. എങ്കിലും തേങ്ങ ധാരാളം പൊതിക്കാനുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. അതെ, അതെൻ്റെ മിടുക്കാണ്, നിങ്ങൾക്കതില്ല എന്ന് പറഞ്ഞ് ഞാനും കളിയാക്കി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് ഒരു ഐഡിയ വീണ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഫ്രണ്ടാണ് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഓൺലൈൻ ഫ്രണ്ടോ? നേരിട്ട് അറിയാത്ത ആൾക്കാരാണെങ്കിൽ പ്രശ്നമാകും കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും മെനഞ്ഞുകൂട്ടി അതിൽ ചെന്ന് ചാടരുത്. അങ്ങനെയല്ല, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം കുറേ നാളായിട്ട് കാണുന്നില്ല. ഓൺലൈനാണ് സംസാരം. നിങ്ങൾ എന്തിനാണ് അങ്ങനെയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? അവൻ പൊതുവെ ഈ വിഷയത്തിലൊക്കെ വലിയ എക്സ്പേർട്ടാണ്. ധാരാളം സഖിമാരുമുണ്ട്. അതുമാത്രമല്ല സോഷ്യൽ മീഡിയയിലും അവന് നല്ല ഫോളോവേഴ്സ് ഉണ്ട്. കാണാനും നല്ല സൂപ്പർ സുന്ദരനാണ്. ചെറിയ സെലിബ്രിറ്റിയാണ്. അയ്യോ, ആരാവൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡ് അവൻ്റെ വീഡിയോസൊക്കെ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, കൊള്ളാം, നല്ലൊരുത്തനാണ്. എടി, ഈ പ്രശ്നത്തെപ്പറ്റി അവനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, ലക്ഷങ്ങൾ മുടക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിലൂടെ നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഇങ്ങോട്ട് കിട്ടാനുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, അതെന്താ?
അവൻ എന്നോട് പറഞ്ഞത്. ഇതിനു വേണ്ടിയിട്ടിപ്പം ഹോസ്പിറ്റലിൽ പോയി ലക്ഷങ്ങൾ മുടക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് പകരം നല്ല എത്രയോ ആളുകൾ കാത്തിരിപ്പുണ്ട്. അവൻ്റെ ധാരാളം സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് ഉണ്ട്. അതും ഈ പറഞ്ഞതുപോലെ സിനിമാ നടന്മാരെ പോലെ ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അത്തരം ലുക്കുള്ള ആളുകൾ, പിന്നെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്ന ആളുകൾ. എല്ലാവരുടെയും ലക്ഷ്യം ഫേമസ് ആകുക എന്നുള്ളത് മാത്രമല്ല, കൂട്ടത്തിൽ അവരുടെ കാര്യങ്ങളുമൊക്കെ നടന്നു പോകണം. അവരുടെ സൗന്ദര്യം കണ്ട് ആളുകൾ അങ്ങോട്ട് ചെല്ലാൻ അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ ചുമ്മാ ഒന്നും അല്ലല്ലോ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, അവൻ എന്നോട് പറഞ്ഞത്, നീ സുന്ദരിയായതുകൊണ്ട് മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല. കുറേ സെലിബ്രിറ്റി ഫ്രണ്ട്സ് അവനുണ്ട്, അവരൊക്കെ റെഡിയാണ്. പിന്നെ പറഞ്ഞതുപോലെ നമുക്ക് ക്യാഷിൻ്റെ മോഹങ്ങളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവർക്കും അതൊരു രസം തന്നെ. നിനക്കും ഈ പറഞ്ഞതുപോലെ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകാം. അങ്ങോട്ടോ ഇങ്ങോട്ടോ യാതൊരു പണച്ചിലവുമില്ലാത്ത കാര്യമായതുകൊണ്ട് എല്ലാവർക്കും വലിയ ഉത്സാഹമായിരിക്കും. അപ്പോൾ അവൻ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ ഒരു 4-5 സെലിബ്രിറ്റീസ്, അവൻ പറയുന്ന ആളുകളെ, നിനക്ക് ഇഷ്ടമുള്ള ആളുകളെ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് മീറ്റ് ചെയ്യുക. അത് തുടർച്ചയായിട്ട് 2-3 മാസം. അപ്പോൾ ആളുകളേറെയുണ്ടല്ലോ. നിനക്ക് നിൻ്റെ ഇഷ്ടങ്ങൾ കുറേ കാലയളവിലേക്ക് നന്നായി സാധിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വിചാരിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ആ ഒരു ഗിഫ്റ്റും ഒരു 5 പൈസ പോലും മുതൽ മുടക്കില്ലാതെ നമുക്ക് സാധിച്ചു കിട്ടുകയും ചെയ്യും. അതിന് പിന്നിൽ സൗന്ദര്യമുള്ള ഒരു സെലിബ്രിറ്റി ആണല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും നമുക്ക് അത്ര വലിയ ഒരു നിരാശയോ പ്രശ്നങ്ങളൊന്നും മനസ്സിൽ തോന്നുകയില്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഫേമസ് ആയുള്ള ഒരാൾ പോരെ ചേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെയാകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടറിയാം അത് ആരാണ്, എങ്ങനെയാണ്, എവിടെ നിന്ന് വന്നതാണെന്ന്. പക്ഷേ ഇത് 3-4-5 മീറ്റപ്പ് ആകുമ്പോഴേക്കും നമുക്കറിയില്ല ആരാണ് ഏതാണ് എന്നൊന്നും അറിയാതെ, നമുക്ക് തന്നെ നിശ്ചയമില്ലാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലഭിക്കും. അതുമാത്രമല്ല, നിനക്ക് കൺഫ്യൂഷനില്ല, എവിടുന്ന് എങ്ങനെ വന്നു, ആരാണ് ഇതിന് കാരണക്കാരൻ എന്നുള്ള ചിന്തയൊന്നും വരികയുമില്ല. ഒരാളാണ് ഇതിൻ്റെ കാരണക്കാരനെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ആളോട് അറ്റാച്ച്മെൻ്റ് ആകും, സെൻറ്റിമെൻറ്റ്സ് ആകും. നമുക്ക് ആ ആളെ തന്നെ പല കാര്യങ്ങളിലും ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇതാകുമ്പോൾ അങ്ങനെയൊന്നുമില്ല. എവിടുന്നോ എങ്ങനെയോ കാര്യങ്ങൾ നടന്നു, ഒരു ഗിഫ്റ്റ് കിട്ടി. പക്ഷേ ഗിഫ്റ്റ് അയച്ചത് ആരാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അയച്ചിരിക്കുന്ന ഗിഫ്റ്റ് വളരെ നല്ലതാണ്, അയച്ച ആളും നല്ലതാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ വ്യക്തികളിൽ നിന്ന് ആരാണത് അയച്ചതെന്ന് നമുക്കറിയില്ല. പണ്ടൊരു സിനിമയിൽ പൂച്ച അയച്ചത് ആരാണെന്ന് നമ്മളെപ്പോഴും തിരയില്ലേ? പൂച്ച അയച്ചത് ആരാണെന്ന് അറിയില്ലെങ്കിലും നമുക്ക് കാര്യങ്ങളെല്ലാം കിടുകിടാന്ന് നടത്തില്ലേ മോളെ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും അധികം ബുദ്ധിയുണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് ഭർത്താവിനെ ഞാൻ അഭിനന്ദിച്ചു. അഭിനന്ദിക്കുക മാത്രമല്ല, അന്ന് അദ്ദേഹത്തിന് എൻ്റെ വക ചില സ്പെഷ്യൽ വിഭവങ്ങളും ഞാൻ ഒരുക്കി കൊടുത്തു. ഭർത്താവ് തന്നെ എനിക്ക് വഴി തെളിച്ച് തരുമ്പോൾ പിന്നെ ഞാനെന്തിനാണ് വെറുതെ വീട്ടിൽ നിൽക്കുന്നത്? മനോഹരമായ തെങ്ങിൻ തോപ്പിലേക്ക് എനിക്ക് പോകരുതോ? പോകണം. അത് എനിക്ക് കിട്ടിയ സൗഭാഗ്യമാണെന്ന് കരുതി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് അയാൾ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. പക്ഷേ എന്നോട് ഈ പറഞ്ഞ വ്യക്തിക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അവൻ പക്ഷേ മഹാകാട്ടുകോഴിയായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു അവനെ ഒഴിവാക്കാമെന്ന്. പക്ഷേ അതിലവന് വലിയ പ്രശ്നമൊന്നുമില്ല. എങ്കിലും അവന് ഏകദേശം ഒരു ചെറിയ തുക സമ്മാനമായി എൻ്റെ ഹസ്ബൻഡ് കൊടുത്തു. അതുകൊണ്ടാണ് അവൻ ഈ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തത്. നോക്കൂ മാഡം, എന്തെല്ലാം കാര്യങ്ങളിൽ കൂടിയാണ് ആളുകൾ പണം സമ്പാദിക്കുന്നത്. നമ്മൾ കാണുന്നതൊന്നുമല്ല ലോകം. മാഡം ഇങ്ങനൊരു അനുഭവം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തായാലും ഹസ്ബൻഡിൻ്റെ ഓൺലൈൻ ഫ്രണ്ടിൻ്റെ സഹായം കൊണ്ട് ഞങ്ങൾ മീറ്റപ്പ് ചെയ്തു. തുടർച്ചയായി 3 മാസം പല സമയത്തും ടൈം നോക്കി തന്നെ ഞാനും ഇറങ്ങിത്തിരിച്ചു. ഭർത്താവിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. സെലക്ഷനെല്ലാം ഞാനാണ് നടത്തിയത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇത്രയും നല്ല ആളുകളെ എനിക്ക് മീറ്റപ്പ് ചെയ്യാൻ കഴിയുമെന്ന്. കാര്യം എൻ്റെ പഴയ കാമുകൻ്റെ സൗന്ദര്യവും മറ്റു കഴിവുകളും ഇവരെയൊക്കെ തട്ടിച്ച് നോക്കുമ്പോഴേക്കും തുലവും പിന്നോക്കമാണ്. അവനാണ് ഏറ്റവും വലിയ സ്നേഹിതൻ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെയല്ല. എന്തെല്ലാം ഫീച്ചേഴ്സാണ് മാഡം നമുക്ക് വേണ്ടി വഴിയിൽ കാത്തു നിൽക്കുന്നത്. അതൊക്കെ തട്ടിമാറ്റി പതിർന്ന് ചമഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴേക്കും നഷ്ടപ്പെടുന്നത് സ്ത്രീയുടെ സന്തോഷങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ ഭർത്താവ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും പ്രതീക്ഷിച്ചല്ല പോയത്. അതൊക്കെ ഭർത്താവിൻ്റെ പ്രതീക്ഷയാണ്. എനിക്ക് പ്രതീക്ഷകൾ വേറെയായിരുന്നു, ഉയരമുള്ള പ്രതീക്ഷകൾ. ആ ഉയരത്തിൻ്റെ മുകളിൽ ഞാൻ ഉയരാടി, ഉറഞ്ഞു തുള്ളി.
ഞാൻ എനിക്കറിയാത്ത ഏതൊക്കെയോ മേഖലകളിൽ ഭ്രാന്തിയെപ്പോലെ അലഞ്ഞു തിരിഞ്ഞു. മനോഹരമായ ആ മോഹവെള്ളം ഞാൻ എന്നും തുഴഞ്ഞു. എപ്പോൾ ഫലമുണ്ടാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എപ്പോഴും ഓർക്കും, ഫലം ഇപ്പോഴെങ്ങും വേണ്ട, 1 വർഷമോ 2 വർഷമോ 10 വർഷമോ കഴിഞ്ഞ് ഫലം മതി എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പ്രകൃതി സ്ത്രീക്ക് അങ്ങനെ കാത്തിരിക്കാനുള്ള അവസരമൊന്നും കൊടുക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏകദേശം 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ ഫലവത്തായി. ഇപ്പോഴിതാ ഞാനും ഭർത്താവും പ്രതീക്ഷകളോടുകൂടി കാത്തിരിക്കുന്നു. വീട്ടുകാർക്കും സന്തോഷം, നാട്ടുകാർക്കും സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം, എനിക്ക് അതീവ സന്തോഷം. ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കുന്ന പിരീഡായിരിക്കാം. എങ്കിലും എനിക്കൊന്ന് ഉറപ്പുണ്ട്, ഇനിയും എൻ്റെ ജീവിതം ഒന്ന് സെറ്റിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ആഘോഷങ്ങളിലേക്ക് എനിക്ക് പോകാൻ പറ്റും. അത്രയ്ക്കും അണ്ടർസ്റ്റാൻഡിംഗ് ആയ ഒരു ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയത്. പല സ്ത്രീകളും കഴിവില്ലാത്ത ഭർത്താക്കന്മാരെ സ്വന്തമാക്കി കഴിയുമ്പോഴേക്കും അവരെ വെറുപ്പിക്കാനും പ്രശ്നമുണ്ടാക്കാനും ഒക്കെ പോകാറുണ്ട്. പക്ഷേ പയ്യെ തിന്നാൽ പനിയും തിന്നാം. ചിലപ്പോൾ പാവങ്ങളായ ഭർത്താക്കന്മാരായിരിക്കും ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാക്കുക. ആ ഒരു ഗുണപാഠമാണ് എനിക്കിതിൽ നിന്ന് പറയാനുള്ളത്. മാഡം ഇത് വായിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ വായിച്ചു. ഇത്തരം കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ലെന്ന് ഞാൻ പണ്ടേ പറയാറുള്ളതാണ്. അപ്പോൾ ഇത് ആർക്കും ഒരു മാർഗനിർദ്ദേശമോ അല്ലെങ്കിൽ അനുകരണീയമായ മാതൃകയോ ഒന്നുമല്ല. പക്ഷെ നിങ്ങളെല്ലാം ഓർക്കുക, നമ്മളിപ്പോൾ പലരെയും കണ്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ സ്ക്രീനിൽ കണ്ട് മോഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വിചിത്രമായ കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ ആളുകളുടെ തുറന്നെടുത്ത് ഉപകരിക്കുന്നുണ്ട്. ഒരു കണക്കിൽ നോക്കുമ്പോഴേക്കും ഈ കൊച്ചു കേരളത്തിൽ എന്താ നടക്കുന്നത്? കേരളം എന്ന് പറയാൻ പറ്റില്ല, ഈ ലോകം തന്നെ വിചിത്രമാണ്. അപ്പോൾ വിചിത്രമായ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, കാണുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഞാനങ്ങ് നല്ലവളായിപ്പോകും. ഞാൻ അത്ര നല്ലവളല്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല.